PM ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ രണ്ട് മുന്നണികളും, കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണമുന്നണിയായ UDF-ഉം ഇതുവരെ 10 വർഷം കേരളത്തിൽ ഭരിച്ചിരുന്ന LDF-ഉം തമ്മിലുള്ള തർക്കം. അതേപോലെ തന്നെ ഈ പ്രശ്നം വഷളാക്കാൻ പരമാവധി ശ്രമിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണെന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കേരളത്തിൽ അപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു വികസനോന്മുഖമായ സമീപനമല്ല, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളല്ല, മറിച്ച് ഏതൊരു വിഷയത്തിനും മതപരമായ ഒരു കോണുകൾ നൽകിക്കൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറഞ്ഞ ആളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം പ്രധാനമായിട്ടും മാധ്യമങ്ങൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പലരും പറയുന്നത് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായത് തന്നെ ഈ PM ശ്രീ പദ്ധതി കൊണ്ടാണ്. കാരണം ഈ PM ശ്രീയെക്കുറിച്ചുള്ളൊരു തെറ്റായ പ്രചരണമാണ് പലരും നടത്തിയിരുന്നത്. ഇത് മതപരമായ ഒരു ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രചരണമായിരുന്നു, ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയിരുന്നു. അതിലാദ്യം അതിൻ്റെ കരുവായി നിന്നത് CPI ആണ് എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മുസ്ലിങ്ങൾക്ക് എതിരാണ്, മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഇവരൊക്കെ തന്നെ ചെയ്തിരുന്നത്. സത്യത്തിൽ PM ശ്രീ എന്ന് പറയുന്നത് ആ പദ്ധതിക്ക് ഇങ്ങനെയുള്ളൊരു യാതൊരു പ്രശ്നങ്ങളുമില്ല. കാരണം ഈ PM ശ്രീ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ, സാധാരണക്കാരായ വിദ്യാർത്ഥികളെ, സാധാരണ സ്കൂളുകളെ ഒരു നല്ല ലോക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള, അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകാനുള്ള ഒരു ശ്രമമാണ് PM ശ്രീ എന്ന് പറയുന്നത്. ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകളാണ് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 13,000-ലധികം സ്കൂളുകളിൽ PM ശ്രീ നടപ്പിലാക്കിയിട്ടുണ്ട്. 14,500 സ്കൂളുകളാണ് ഏതാണ്ട് ഇങ്ങനെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഈ പദ്ധതി 27 ഇപ്പോൾ ആ പദ്ധതി ഒരു താൽക്കാലികമായിട്ടാണെങ്കിലും 27 വരെയുള്ളൊരു പദ്ധതിയാണ്. അതിൻ്റെ ഒരു പ്ലാൻ അലോക്കേഷൻ വെച്ചിരിക്കുന്നത്. പിന്നീട് അത് അലോട്ട് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും ഇവിടെ ഇതൊരു ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരനായ കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ഇവിടെ CBSE സ്കൂളുകളുണ്ട്, സ്വകാര്യ സ്കൂളുകളുണ്ട്, CBSEയുടെ സിലബസുള്ള സാധാരണ സിലബസുള്ള സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിലൊക്കെ തന്നെ മധ്യവർഗത്തിലേതായ ആളുകളൊക്കെ തന്നെ ഒഴുകിയെത്തുകയാണ്. കാരണം എന്താണ്, സാധാരണക്കാരായ പഠിക്കുന്ന സ്കൂളുകളിലെ ഗുണനിലവാരം മെച്ചമില്ലാത്തത് കൊണ്ട് ആണ് ആളുകളൊക്കെ തന്നെ CBSE സ്കൂളിലേക്ക് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത്. നമുക്കറിയാം, കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും, വലിയ പുരോഗമനവും ഒക്കെ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ, ഇപ്പോൾ ഈ അടുത്ത് തന്നെ CPM-ൻ്റെ ഒരു നേതാവ് പറഞ്ഞിരുന്നു, കേരളത്തിലെ ഒരു CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഒരാളുടെ ഒഴികെ ബാക്കി എല്ലാവരുടെയും മക്കൾ കേരളത്തിന് പുറത്താണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം തന്നെയാണ് കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്. അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പം ഒരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകൾ പഠിക്കുന്ന സ്കൂളുകളിൽ പരമാവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് സ്വന്തം മക്കളെ നല്ല സ്കൂളിൽ പഠിക്കുക. നമുക്കറിയാം, പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ മകളെയൊക്കെ എവിടെയാണ് പഠിച്ചത്, മകനൊക്കെ എവിടെയാണ് പഠിച്ചത്, എല്ലാവരും കേരളത്തിന് പുറത്ത് അൺഎയ്ഡഡ് സ്കൂളുകളിലും ഒക്കെ തന്നെയാണ് അവർ പഠിച്ചത്. അപ്പോൾ അവർക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടണം, മറ്റ് സ്ഥലത്ത് സംഘർഷങ്ങളൊക്കെ ഉണ്ടാവണം. ഇപ്പോൾ നേരത്തെ മുമ്പും ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കേരളത്തിലെ നവോദയ വിദ്യാലയങ്ങൾ തുടങ്ങിയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് നവോദയ വിദ്യാലയങ്ങൾ തുടങ്ങിയത്. ആ നവോദയ വിദ്യാലയങ്ങളുടെ പ്രത്യേകത, അത് ഗ്രാമീണ മേഖലയിലാണ്. 75% സീറ്റും ഗ്രാമീണർക്കായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അത് റെസിഡൻഷ്യൽ സ്കൂളാണ്. സാധാരണ പാവപ്പെട്ട ആളുകളുടെ മക്കൾക്ക് റെസിഡൻഷ്യൽ സ്കൂൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പം കുറച്ച് പേർക്കാണെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുന്ന രീതിയിലാണ്. ഇപ്പം നമുക്കറിയാം, നവോദയ വിദ്യാലയത്തിൽ പഠിച്ച് വലിയ നല്ല ജോലിയിലൊക്കെ കയറി അവരുടെ മക്കളൊക്കെ ഗ്രാജുവേറ്റ്സ് ആവുന്ന രീതിയിലേക്ക് ഉള്ള ഏതാണ്ട് 86-ന് ശേഷം നടന്ന സംഭവങ്ങളാണിതൊക്കെ. 89-ന് ശേഷം നടന്ന സംഭവങ്ങളാണിതൊക്കെ. അന്ന് ഈ നവോദയ വിദ്യാലയത്തിനെതിരെ സമരം ചെയ്ത സ്ഥലമാണ് കേരളം. അന്ന് നവ ലിബറൽ നയങ്ങളുടെ ഭാഗമാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജാർഗണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട്
അതിനെയൊക്കെ തടസ്സപ്പെടുത്തുകയായിരുന്നു കേരളത്തിലെ ആളുകളൊക്കെ തന്നെ ചെയ്തിരുന്നത്. അപ്പം എന്തിനേയും ഇങ്ങനെയൊക്കെ എതിർക്കുക. പക്ഷെ ഇപ്പോൾ എതിർക്കുന്നത് മതപരമായിട്ടാണ്. കാരണം BJP അവരുടെ അജണ്ട RSS അജണ്ട നടപ്പിലാക്കാനാണ് PMC സ്കൂൾ നടപ്പിലാക്കുന്നത് എന്നാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ UDF ഇങ്ങനെ പറയുമ്പോഴും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഈ PM ശ്രീ പദ്ധതി ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം ഇവിടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനെ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിയെടുക്കുകയാണ്. കാരണം നേരത്തെ ഞങ്ങളിതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്ന ശിവൻകുട്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ അവസാനം അവർ PM ശ്രീയിൽ ഒപ്പിട്ട സമയത്ത് അന്ന് എന്താണ് UDF പറഞ്ഞിരുന്നത്? ഞങ്ങൾ വന്നാൽ ഇതിൽ നിന്ന് പിന്മാറും. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പിന്മാറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ഒപ്പിട്ട് പോയല്ലോ. അപ്പം ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പം ഇരുകൂട്ടരും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവരുടെ താല്പര്യം എന്തിനാണ് UDF അന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ ഇന്ന് എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? ഇതിനകത്ത് എന്താണ് തെറ്റുള്ളതെന്ന് അവർ പറയട്ടെ. ഈ PM ശ്രീ പദ്ധതിയിൽ എന്താണ് തെറ്റുള്ളതെന്ന് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ പറഞ്ഞില്ല. ഇത് നേരത്തെ ശിവൻകുട്ടി വരെ ചോദിച്ച അവസാനം ഒപ്പിട്ടതിന് ശേഷം എന്താണ് PM ശ്രീയിൽ തെറ്റ്? PM ശ്രീയിൽ ഒരു തെറ്റുമില്ല. അപ്പം കേരളത്തിലെ മാധ്യമങ്ങളാണ് പലപ്പോഴും ഇത് ഊതി ഉറപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ അധികാരത്തിലെത്താൻ വേണ്ടി UDF ഒരു CPM ഒരു കമ്മ്യൂണൽ അജണ്ട നടത്തുകയാണ്, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ സമീപനമാണ് CPM ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാണ് അവർ ചെയ്തത്. അതിന് ഏറ്റവും ഗുണകരമായിട്ട് പ്രവർത്തിച്ചത് CPI ആണ്. CPIയുടെ തീരുമാനമാണ് അത്തരൊരു ചർച്ചയിലേക്ക് ഇത് നയിക്കാൻ ഇടയായത്. കാരണം ഞങ്ങൾ ഇതിനെ അനുകൂലിക്കില്ല, ക്യാബിനറ്റിൽ വന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ പറഞ്ഞതിൻ്റെ കാരണം CPM നേരത്തെ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം, ഞങ്ങൾ ഇതിലൊന്നും ഒപ്പിടില്ല എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇവർക്കൊന്നും സത്യത്തിൽ എന്തിനാണ് PM ശ്രീയെ പദ്ധതിയെ എതിർക്കുന്നതെന്ന് മാധ്യമങ്ങൾക്കറിയില്ല, ഇടതുപക്ഷത്തിനും അറിയില്ല, UDFനും അറിയില്ല. അവർക്കറിയാവുന്നത് എതിർക്കാൻ വേണ്ടി എതിർക്കണം, അല്ലെങ്കിൽ അനുകൂലിക്കാൻ വേണ്ടി അനുകൂലിക്കണം. അവർക്ക് വേണ്ടത് വോട്ടാണ്. കേരളത്തിലെ വിദ്യാഭ്യാസപരമായ ഗുണനിലവാരം ഉയർത്താറല്ല, അല്ലെങ്കിൽ കുറച്ച് പേർക്കാണെങ്കിൽ ആ കുറച്ച് പേർക്കെങ്കിലും നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ എന്നുള്ളതല്ല, മറിച്ച് പരമാവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, വർഗീയ അസ്വാസ്ഥ്യം ഉണ്ടാക്കുക, വർഗീയതയുടെ പേരിൽ വോട്ട് പിടിക്കുക. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനൊക്കെ ഈ PM ശ്രീ പദ്ധതി ഞങ്ങൾ എന്തിന് KM ഷാജിയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞ എന്താണ്, ഞങ്ങൾ അധികാരത്തിൽ വന്ന PM ശ്രീ പദ്ധതിയിൽ പോകും. അപ്പോൾ ഇവർക്ക് ഈ നാട്ടുകാരായിരുന്നില്ലേ. ഇപ്പോൾ ഇവർ പറയുന്നത് ഒരിക്കൽ ഒപ്പിട്ട പിന്നെ പിൻവാങ്ങാൻ പറ്റില്ല. മറ്റൊരു പറയുന്നത് ധാരണാപത്രത്തിലാണ് ഒപ്പിട്ടത്, പിൻവാങ്ങാമായിരുന്നു. ഇവർ പറയുന്നു മന്ത്രിസഭാ സബ് കമ്മിറ്റിയെ തീരുമാനിച്ചിരുന്നു, അവർ റിപ്പോർട്ട് കൊടുത്തില്ല, ഞങ്ങൾ വേറെ മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തിനായാലും VD സതീശൻ മുഖ്യമന്ത്രി പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതാണ്. അപ്പം അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നേരത്തെ എന്തിനാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ഇവിടെ സാഹചര്യം ഉണ്ടാക്കണം. അതിന് തടസ്സം നിൽക്കരുത്, അതിന് രാഷ്ട്രീയ പാർട്ടികളും തടസ്സം നിൽക്കരുത്, മാധ്യമങ്ങളും തടസ്സം നിൽക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.